ഷെരീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്, ചെറിയ കുഞ്ഞു മത്തിയാണ്. മത്തി നമുക്ക് പീര വറ്റിക്കാം. അപ്പോൾ പീര എങ്ങനെ വറ്റിച്ചെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ കടായി നന്നായിട്ട് ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം, കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടി അതിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് ചേർക്കുന്നുണ്ട്, കുഴപ്പമില്ല, നല്ല മണം ഉണ്ടാവും നമ്മുടെ കറിക്ക്. പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. തീ കുറച്ചിട്ടിട്ട് വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് അവിയലിനൊക്കെ നമ്മൾ അരക്കില്ലേ, അതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഈ ഒരു ലെവലിൽ നമ്മൾ വഴറ്റിയാൽ മതി. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മൂവാണ്ടൻ മാങ്ങയാണിത്. മൂവാണ്ടൻ മാങ്ങ ആകുമ്പോൾ നമ്മൾ കുറച്ചെടുത്താൽ മതി കേട്ടോ. മൂവാണ്ടൻ മാങ്ങയ്ക്ക് നല്ല പുളിയാണ്. മീൻ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, മത്തിയല്ലേ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് വേവിക്കാം. അടച്ച് വെച്ച് കൊടുക്കാം. തുറന്ന് നോക്കാം. നമുക്ക് കറി നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ലേശം കൂടെ ചേർത്ത് കൊടുക്കണം. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കണമെങ്കിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് നേരം. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. അടിപൊളി കറിയാണ്. നമ്മുടെ മത്തി പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.